കടല വറുത്തത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാണോ അതോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാണോ ചെയ്യാറ്? ഞാൻ ഏതായാലും വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പൊ ഇനി മുതൽ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ റെസിപ്പി നോക്കിയിട്ട് വരാം. രാവിലെ തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞാൻ അതെടുത്ത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഒരു വേറെ ഐറ്റംസ് ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ അംശം വറ്റിപ്പോവാൻ വേണ്ടിയാണ് കുറച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. തീ കൂട്ടിയും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ജസ്റ്റ് ഇതേപോലെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന്റെ വെള്ളം ഇങ്ങനെ വറ്റി പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയാൽ പിന്നെ അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ആ ഒരു സോൾട്ടിന്റെ ടേസ്റ്റ് അതിലേക്കൊന്നും പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായത് എണ്ണ മീൻസ് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ മാത്രം മതി. അപ്പൊ അതിലെ വെള്ളവും ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടച്ചു വെച്ചിട്ട് വേണം ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കിലുങ്ങുന്ന പരുവാകുമ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഇതുപോലെ ഒരു സ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. ഞാനിപ്പോ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് എക്സാക്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടത്തുള്ളൂ. ഇനിയപ്പോ നിങ്ങൾ ഉണ്ടാക്കൂലോ അല്ലേ? അപ്പൊ ശരി, ടാറ്റാ.